പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനും കാര്യം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിൽ ഉലകിനാ
ഞങ്ങളെ ശുദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. ആമേൻ. ആമേൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിലെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നമ്മൾ നിറഞ്ഞ് കൊടിച്ചോടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മകത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. Amen.
കേൾക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ലേഖകരുടെ പുസ്തകത്തിലുള്ള വായന ദുരാസ്വദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അനീതിയായി വിധിക്കരുത്. ദരിദ്രരോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരുടെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ് ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ഈശ്വരരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങേ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കരെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ സഹോദരരെ, നിങ്ങൾ യൂദായി വിശ്വമിശിഹായുടെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായിരുന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ ഈശോയെയും പ്രവാചകന്മാരെയും പഠിച്ചു. ഞങ്ങളെ പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനതകൾ രക്ഷപ്പെടാതിരിക്കുന്നതിനെ അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ കൂട്ടിലാക്കുകയും ചെയ്തു. അവസാനം ദൈവക്രോധം അവരുടെ മേൽ നിവർത്തിച്ചിരിക്കുന്നു. സഹോദരനെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷപൂർവ്വം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യവും. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധി ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലയോ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. Amen.
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ ശ്ലോകമായി കർത്താവായ ശംശിയാണ് പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1 മുതലുള്ള വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ ഈശോ അവരോട് രൂപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ആത്മകഥം ചെയ്തു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുത്തു. കർത്താവ് പറഞ്ഞു: നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞെന്താണെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്നതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടെ അതിന് കാലവിളംബരം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രന് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശകലനവരെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു ചെറിയ കഥയാണ് ബിരിയാണി. സന്തോഷ് ഇച്ചിക്കാലത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ്. ഏകദേശം 6000-ൽ പരം ആളുകൾ പങ്കെടുത്ത വലിയ ഒരു വിരുന്നാണ്. ആ വിരുന്നിൽ വിളമ്പിയത് ബിരിയാണിയാണ്. വിരുന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ബിരിയാണി ബാക്കി വരുന്നു. അത് ഒഴിച്ചു കൂടുവാനായിട്ട് വീട്ടുടമസ്ഥൻ ഗൃഹനാഥൻ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. ബീഹാറിയായിട്ടുള്ള ചെറുപ്പക്കാരൻ. അവരോട് പറയുന്നു, വലിയൊരു കുഴിയെടുക്കണം. അവരിങ്ങനെ കുഴി കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്മതി അരി ഉപയോഗിച്ച് പാകപ്പെടുത്തിയ ബിരിയാണിയുടെ സുഗന്ധം ഇങ്ങനെ അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. അവിടെ വിശ്വനാഥന്റെ പഴയ കാലത്തിലേക്ക് ഒന്ന് ചിതറുകയാണ്. ഗർഭിണിയായ അവന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ബസ്മതി അരി. അത് ഉപയോഗിച്ചുകൊണ്ട് അല്പം കഞ്ഞി കുടിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ അരി ഉപയോഗിച്ച് കഞ്ഞി വെക്കുന്നില്ല. കാരണം ഓരോ ബസ്മതി അരിയും എടുത്തുകൊണ്ട് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറിച്ചുകൊണ്ടിരുന്നു. ഇത് തീർന്നു പോയാലോ എന്ന മനോഭാവം. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കി വന്ന ബിരിയാണി ചെമ്പുകള് പൊട്ടിക്കാത്ത പൊട്ടിച്ചതുമായിട്ട് ചെമ്പുകള് നിരനിരയായിട്ട് കൊണ്ടുവരുന്നത്. ഗൃഹനാഥൻ പറഞ്ഞു, ഇതെല്ലാം ഈ കുഴിയിലേക്ക് മറച്ചിടുക. ഈ ചെറുപ്പക്കാരനത് ചെയ്തു. എന്നാൽ കുഴിക്ക് അപ്പുറം അതായി കഴിഞ്ഞപ്പോൾ ചവിട്ടി താത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവരതിന് സാധിക്കുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ആരൊക്കെയോട് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞ ഭാര്യയും എനിക്കൊരു കുഞ്ഞുമുണ്ടായിരുന്നു. കുഞ്ഞി പഠിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുഞ്ഞ് മരിച്ചുപോയി. കാരണം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, പട്ടിണി കിടന്നുകൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചുപോയത്. അങ്ങനെ പട്ടിണി മൂലം മരണപ്പെട്ടു പോയ തന്റെ കുഞ്ഞിന്റെ ആ ഓർമ്മയും ചിത്രവും എല്ലാം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്രയേറെ ബിരിയാണി ചവിട്ടി താത്തുവാനായിട്ട് സാധിക്കും? നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചോദ്യം ഉന്നയിക്കും. നമ്മൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അല്പം ചോദിച്ചായിരുന്നെങ്കിൽ ഒരുപാട് ബിരിയാണി കിട്ടുമായിരുന്നില്ല എന്നുള്ളത്. സുവിശേഷത്തിൽ പ്രിയമുള്ളവരെ,
നീതിയുടെ കലവറക്കാരൻ അല്ലെങ്കിൽ കാവലാണെന്നൊക്കെ പറയുന്ന ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി തന്റെ മുൻപിൽ കടന്നു വരുന്ന വിധവയായ ഒരു സ്ത്രീ പലപ്പോഴായിട്ട് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നുണ്ട് നീതി നടത്തി കൊടുക്കുവാനായിട്ട്. അവസാനം അദ്ദേഹം സഹി വിട്ടുകൊണ്ട് അവൾക്ക് നീതി നടത്തി കൊടുക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യനാവശ്യമായ എല്ലാത്തിന്റെയും കലവറയൊരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ക്രിസ്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എന്നെ വിളിച്ചു പറയുന്ന ലക്ഷോപലക്ഷം ജനങ്ങള് അവർക്ക് നീതി നടത്തി കൊടുക്കുവാനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കില്ലേ? അവർ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുമെന്ന ഉറപ്പാണ് ഇന്ന് സുവിശേഷം നമുക്ക് നൽകുക. ദൈവം നാം ഇത് പറയുമ്പോൾ, നാം ഇത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമ്മുടെ ആവശ്യങ്ങള് ആ സ്പോട്ടിൽ സാധിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കാനായിട്ട് പാടില്ല. ഒരു മനുഷ്യന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ സമയം ആരംഭിക്കുക. അപ്പൊ സമയത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും ദൈവം നമുക്കായിട്ട് നേരിടും. ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. 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 ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കണ്ടുരക്ഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ അതികമായ ജനങ്ങളുടെ കടകളെ പതുക്കി പാപങ്ങളമോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം.
നിത്യം പരിശുദ്ധനേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയൗസ്തവിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതലേ ആമേൻ. ദൈവത്തിലെ സ്നേഹമായി ഏകജാതന്റെ സ്നേഹത്തെ സകല സമാധാനമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യുവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെ പകടങ്ങളുടെ രക്തസാക്ഷികളെ സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് കൂടെ, നമ്മുടെ രാജാവ് കൂടെ, നമ്മുടെ ദൈവം കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സർഗ്ഗമായ ഉത്ഥാനം വഴി നീ മഹത്വരേൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ഇത് ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ മേൽക്കോട്ടെ ഉപവാസവും പ്രാർത്ഥനയും വഴി വിശാലമായ പരിശുദ്ധാത്മാവേ പ്രസാദിപ്പിക്കാം. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഭദ്രാധിപന്മാരും മെത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരസഹോദരന്മാർ എന്നിവരുടെയും ഓരമാറ്റിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസത്തിനും വിശ്വാസവുമായ എല്ലാ ബന്ധകർത്താക്കളെയും സത്യവിശ്വാസത്തോട് വളർത്ത് ഈ ലോകത്തിന് വിലപെട്ട പോയ എല്ലാവരെയും മനസ്സുമാക്കുവിൻ. വിശ്വാസകർക്കാൽ ഈ ബലി നമുക്ക് സാഹിത്യ രക്ഷയ്ക്കും സ്വകാര്യത്തിൽ നിത്യജീവിതം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമെന്റെ സഹോദരന്റെ കുർബാനയുടെ കരങ്ങളുടെ പൂർത്തിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവ്വജ്ഞാനായ ദൈവം തന്റെ വിശുദ്ധനേറ്റുവാൻ നമ്മെ ശക്തനാക്കട്ടെ. ഈ കൃപാവരുടെ ജീവിതത്തിലെ അങ്ങേക്ക് നൽകുന്ന ലോകങ്ങൾക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് കരുണയാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ദൈവത്തിന്റെ രഹസ്യങ്ങൾ സമൃദ്ധനാകും. ദൈവരും പാപികളുമായി തീർന്ന മകൻ ഞങ്ങളെ കാരുണ്യത്തിലേക്കെത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടെ വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടി. സഹോദരി, വിശ്വാസസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനത്താപത്തോടും വിശുദ്ധിയോടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദാപൂർവ്വം നിന്ന് ഇവിടെ രാഷ്ട്രപിതാവെ സൂചിപ്പിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാഹരണം ചെയ്യപ്പെടുന്നു. ഉടൻ തന്നെ മാതൃക വഴി സമാധാനം ശ്രമതാക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. തൽക്കാലത്താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി നിങ്ങളോടും ഭക്തിയോടും കൂടി നിങ്ങൾ നിരത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. We
സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിലുള്ള അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും എല്ലാവരോടും സ്നേഹവും ഐക്യവും ഉറവാക്കണമേ. വിശുദ്ധ സജീവമായ നിൽക്കുന്ന പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മബലം നൽകുകയും ചെയ്യണം. വസ്ത്രത്തിലിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നിച്ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സാക്ഷികളെ വന്നവരുടെയും കുമാരത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധി നിത്യമാൻ
മെത്രാന്മാരും വിശുദ്ധരെല്ലാം പിതാക്കന്മാർക്ക് വേണ്ടി ദേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി നാമങ്ങളെല്ലാം മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരണത്തോടെ ആശ്രമം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി യോഗ്യനായ എനിക്ക് വേണ്ടി എന്നെ കുർബാനയെ സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അഭിഷേകത്തിന്റെ ശരീരത്തിലുള്ള നിങ്ങൾ അർപ്പിക്കുന്ന യോഗ്യയാചരണം ദൈവമാതാവിനെയും സൗകര്യങ്ങളുടെ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണയും സമൃദ്ധമായ ക്രിയാൽ സംജാതമാക്കണമേ. ജീവിതകാലങ്ങളെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം എന്നും അങ്ങേ പ്രിയപ്പെട്ടതായ ശുശ്രൂഷകാരായ വാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവിടെയും വിലകിലും ക്ലേശത്തിലുമായ ദാസ്യങ്ങൾക്ക് മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. ഞങ്ങളുടെ നാമം രക്ഷകരമായ ശുശ്രൂഷകാരുടെ പിതാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ചെറുതായും ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കിടകളെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിന് മനുഷ്യരുടെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ വധിച്ചു സ്വർഗരാജ്യമായി ജീവിതത്തിനും കാരണമാകട്ടെ. എന്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അങ്ങേയും പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ ദിനദിനം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്കുന്നു അമൂല്യത്തിൽ രക്ഷിക്കപ്പെട്ട ആ സമയം സന്തോഷത്തിൽ പ്രത്യാശയെടുക്കും. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവ പരിശുദ്ധവും ജീവതായ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ കാരുണ്യത്തോടെ ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ കർത്തവും അയോഗ്യരാകുന്നുവെങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങളിലെ അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ നിന്റെ നാമത്തിനെ സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവദായകമായ സ്വർഗ്ഗത്തിൽ നിറയുന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപം മനുഷ്യ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാന്തരങ്ങളോടെ സമീപിക്കാം. അന്താവിളാകുന്ന ക്ഷണത്തോടെ അബ്രാഹത്തിന്റെ പിന്തിരിഞ്ഞുകൊണ്ട് പാവനകുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തെയും നാഥാൻ ദൈവത്തോട് കൃപയും പാവവും യാചിക്കുകയും ചെയ്യാം. പിന്നകളും കലർന്നു വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ സ്ഥിരീകരിക്കാം. ശത്രുത
നമ്മുടെ ആത്മാക്കളെ വിപത്താക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപപരാധങ്ങൾ ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നോക്കിയിരിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപപരാധങ്ങൾ ക്ഷമിക്കണമേ. രുചിക്കൂടും മണ്ണും കൂടെ ദിവ്യരഹസ്യത്തിൽ പങ്കൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപപരാധങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, ഇവയങ്ങളുടെ ശരീരങ്ങളുടെ ദീർഘ്യവും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ സ്തുതിനാഥൻ സകല വിശുദ്ധ സ്തുതിക്കുവാൻ ഞങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കാര്യപ്രചനങ്ങൾ നൽകിയ വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സ്ഥിതിയിൽ എപ്പോഴും നിർമ്മലഹൃദയനും പ്രസന്നവദനും നിഷ്കലമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ വിടാകണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ സുപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കൃപപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങളെ രക്ഷിക്കണമെന്ന് നാളെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ ജലത്തിലുള്ളതാകുന്നു. ഏകത്തോളം പ്രസന്നനാകുന്നു. ഏകപുത്രൻ പ്രസന്നനാകുന്നു. ഏകോപനാഥൻ പ്രസന്നനാകുന്നു. പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുകയും സർവ്വലോകത്തെ സ്തുതിയുണ്ടാകട്ടെ. എല്ലാ മനുഷ്യരും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംശികളുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി സുപ്രാസ്കൃത വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്നേഹിക്കുവാനും അവിടുത്തെ രക്തപാച്യവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അനുഭവിക്കരുത് ദിവ്യകാരുടെ സ്നേഹം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗടാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിക്കും പരിശുദ്ധവും നിത്യായവും ദൈവവുമായ ഈ രസങ്ങളെ ശ്രമിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യപ്പെട്ട എല്ലാവർക്കും ഇവയുടെ കഥാമായ ദൈവത്തെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിൽ അങ്ങേ കാര്യങ്ങളും ഞങ്ങൾക്ക് നൽകി. ഇതാണ് ദൈവസമയം മകനീയത്വത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യരുടെ പ്രതീക്ഷയായ വിശുദ്ധായ സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി ഞങ്ങളുടെ കടകളും പാപങ്ങളും പുറത്തേക്കും അപരാധങ്ങൾ ക്ഷമിക്കുകയും
Thank you.